ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നമ്മൾ എഗ്ഗ് കൊണ്ട് ആണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 3 ഒനിയനും അരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. എത്ര നേരം ഒന്ന് എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 2 ടൊമാറ്റോ പൊടിയായി അരിഞ്ഞതും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടൊമാറ്റോയും ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. അത്ര നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് 3 എണ്ണമാണ്. അതൊന്ന് പൊട്ടിച്ചു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്ക് വരെ തയ്യാറാക്കാം. ഇനി ബാച്ചിലേഴ്സിനും ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കും ഒറ്റയ്ക്കൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളവർക്കും ഒക്കെ അത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഗ്ഗിൻ്റെ നനവൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് മറക്കാതെ പെപ്പർ പൗഡർ നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എഗ്ഗ് ബുർജി. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും, ബ്രെഡൊക്കെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനും ബണ്ണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്, സൈഡ് ഡിഷായിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചപ്പാത്തിയൊക്കെ കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. നമ്മൾ ഇപ്രാവശ്യവും ഗീവ് അവേ നൽകുന്നതാണ്, സമ്മാനം ആണ്, ഓണപ്പുടവ സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെയും സ്കിപ്പ് ചെയ്യാതെയും കണ്ടു നോക്കണം. ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും താങ്ക്